നമസ്കാരം. ഡോക്ടർ 90 മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത്തവണയും പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ സിറ്റി കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. കാരണം ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ആർസണൽ തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ ബാക്ക് ടു ബാക്ക് ഡ്രോസ് എന്ന ഒരു കഠിനമായ പോയിന്റ് ഡ്രോപ്സ് ആർസണലിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വളരെയധികം സമ്മർദ്ദത്തിലോട്ടാണ്. കാരണം പെപ് ഗാർഡിയോളയുടെ സിറ്റിയുമായിട്ടുള്ള ആർസണലിൻ്റെ പോയിന്റ് വ്യത്യാസം വെറും 2 പോയിന്റാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുന്നത്. ആർസണലിനെ സംബന്ധിച്ച് ഇനിയുള്ള 2 മത്സരങ്ങൾ അത്യാവശ്യം മികച്ച ടീമുകൾക്കെതിരെയാണ്. ഒന്ന് ടോട്ടനാമിനെതിരെയും ഒന്ന് ചെൽസിക്കെതിരെയാണ്. ചെൽസിക്കെതിരെയുള്ളത് എമിറേറ്റ്സിലാണെന്നുള്ളത് ആർസണലിനെ സംബന്ധിച്ച് ഒരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണെങ്കിൽ കൂടി ഈ പ്രീമിയർ ലീഗിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ആർസണലിനെ സംബന്ധിച്ച് വളരെയധികം ടൈറ്റിൽ റേസിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേക്കാം. കാരണം സിറ്റിയുമായിട്ട് ഇരു ടീമുകളും തുല്യ മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ആർസണലിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഗോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിലും 1 ഗോളിൻ്റെയോ 2 ഗോളിൻ്റെയോ ഡിഫറൻസ് ആണ് ഇപ്പോൾ നിലവിൽ സിറ്റി ആർസണൽ തമ്മിലുള്ളത്. അപ്പോൾ പോയിന്റ് ടേബിൾ തുല്യമായാൽ തന്നെ ഇരു ടീമുകൾക്കും കിരീടം എന്നുള്ളത് ചിലപ്പോൾ മാറി മറിഞ്ഞ് നിന്നേക്കാം. എന്നിരുന്നാൽ കൂടി ഇനിയുള്ള 11 മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരങ്ങൾ തന്നെയായിരിക്കും. കാരണം ടൈറ്റിൽ റേസ് മാത്രമല്ല, ടോപ്പ് 4 വേണ്ടിയിട്ടും മികച്ചൊരു പ്രകടനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം കളിച്ച 2 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ പോയിന്റ് ഡ്രോപ്പാണ് ആർസണലും സിറ്റിയും തമ്മിലുള്ള അകലം കുറച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മിക്കൽ ആർട്ടറ്റയും സംഘവും തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ആർസണൽ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം പരിക്കിൻ്റെ പിടിയിൽ നിന്നും ഇത്രയും കോമ്പറ്റീഷനിലും മികച്ച രീതിയിൽ കളിച്ച ആർസണൽ ഇത്തവണ കിരീടം കൈവിടില്ല എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഞാനും പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം ആർസണൽ ഇത്തവണെങ്കിലും ഒരു കിരീടം നേടണം, പ്രീമിയർ ലീഗ് കിരീടം നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരെ കൊണ്ട് സാധിക്കോ ഇല്ല എന്നുള്ളത് ഇനിയുള്ള 11 മത്സരങ്ങൾ തീരുമാനിക്കും. കാരണം ഈ 11 മത്സരങ്ങൾ ഏറ്റവും ക്രൂഷ്യലാണ്. അത് ഏത് രീതിയിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ആർസണലിനെ സംബന്ധിച്ചുള്ള ഇനിയുള്ള ഒരു ടൈറ്റിൽ റേസിലുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആർസണൽ കിരീടം നേടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.